ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. നഹ്മദു നമ്മൾ സ്തുതിക്കുന്നു. അതും അങ്ങനെ തന്നെയാണ്, മുദാരിയാണെങ്കിൽ മാദി മുദാരി എന്ന് മനസ്സിലാക്കി കൊടുങ്ങൾക്ക്. മാതെങ്ങനെ ഹമിത്തു ഹമിദിന ഫഅൽതു ഫഅൽതു എന്നാണ് മാദിയിലെ വദമത്തുക്കല്ലും ജമത്തുക്കല്ലും. മറ്റത് അഫ്അലു മുദാറാത്തിന്റെ അർത്ഥമല്ല കളി. അഫ്അലു നഫഅലു ഫഅൽതു ഫഅൽന അഫ്അലു നഫഅലു. അപ്പോൾ മാദി മുദാരി വേഗം മനസ്സിലാവുക. ഫഅൽതു എന്ന് പറയുമ്പോൾ ഞാൻ, ഫഅൽന ഞങ്ങൾ, അഫ്അലു എന്ന് പറയുമ്പോൾ അഫ്അലു നഫഅലു. അവിടെ അംസിം നൂനും കൊടുത്ത് കണ്ടുള്ള കളിയാണ്. ഒന്ന് തലയ്ക്ക് തലച്ചോറ്റിക്കൂടെ കയറ്റിച്ചാൽ മതിയാവും. പിന്നെ മാദി ഒന്നും അറിയില്ല. നിങ്ങളെന്താ പറഞ്ഞ് മുസിഫോ നഹ്മദു വസഫ യസിഫാണ്, മുസിഫോ അല്ല. നമ്മൾ സ്തുതിക്കും. ഒരു പേര് വന്നാൽ എന്തെങ്കിലും ഒന്ന് ഇക്കാരോ എന്നിരിക്കും മാദി ആയിരിക്കും, അല്ലെങ്കിൽ മുദാരി ആയിരിക്കും, അല്ലെങ്കിൽ അമ്രായിരിക്കും, അല്ലെങ്കിൽ നെയ്യായിരിക്കും. മാദി മാറൂഫാകാൻ മജൂലാകാം. മാദിയിലെ 14 വാക്കിൽ ഏതെങ്കിലും പല പല അങ്ങനെയുള്ള 14 വാക്ക്, അല്ലെങ്കിൽ ഫുയിലായിരിക്കും, അല്ലെങ്കിൽ യഫ്അലു യുഫ്അലു അതിലേതെങ്കിലും മുദാരി ആയിരിക്കും, അല്ലെങ്കിൽ അമ്ര നെയ്യ് ആയിരിക്കും, നിസ്മുഫാലും ഇസ്മുഫൂലും ഇങ്ങനെയൊക്കെ ഉള്ളതന്നെ വരുള്ളൂ. ഈ ആജ്ഞാസ് പഠിച്ചാൽ വേറെ എന്തോ ചെയ്യുമ്പോൾ ഞാനൊന്നും ഉണ്ടാവില്ല. പിന്നെ നസീഫു നസഫ യസിഫു നഹ്മദൂന അർത്ഥം എന്താ? നമ്മൾ വിശേഷിപ്പിക്കുന്നു ബി ജമീ സിഫാത്തി, എൻ്റെ മുഴുവൻ സിഫത്തുകളെ കൊണ്ട്. നമ്മൾ ഹംദ് ചെയ്യുന്നു മൂപ്പരർത്ഥം കൊടുത്ത അർത്ഥപ്പെട്ട നമ്മൾ വിശേഷിപ്പിക്കുന്നു എൻ്റെ എല്ലാ സിഫത്തിനേനും. ശരിക്ക് എന്താണ് നാവ് കൊണ്ട് തനാവ് ചെയ്യുന്നു എന്നല്ലേ പറയേണ്ടത്? തനാവ് ബിൽ ലിസാൻ അൽ ജമീൽ ഇഖ്തിയാരി എന്നല്ലേ ഹംദിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ വ്യാഖ്യാനിക്കും എങ്ങനെ പറയേണ്ടതായിരുന്നു? ഞങ്ങൾ നാവ് കൊണ്ട് നിന്റെ നന്മകളുടെ മേലെ പുകഴ്ത്തി പറയുന്നു എന്ന വാക്കല്ലേ ഈ ഹംദിന്റെ നേരെ അർത്ഥം. അസ്സനാഉ ബിൽ ജമീൽ എന്നിട്ട് കണ്ടല്ലേ പറയേണ്ടത്. പറഞ്ഞതെന്താ? അസനാവു എന്നല്ല പറഞ്ഞത്, നിനക്കുള്ള എല്ലാ സിഫത്തുകളെ കൊണ്ട് ഞങ്ങൾ സിഫത്ത് പറയട്ടെ. അങ്ങനെ തഫ്സീർ ആര് പറയുന്നു? നമ്മുടെ മാലിമാൻ പറഞ്ഞു. അതിന്റെ കാരണം എന്താ? അള്ളാഹുമ്മക്ക് ഇട്ടെടുത്ത ഇത് കാരണം, ഇങ്ങനെ ഒരു തഫ്സീർ പറയാനുള്ള കാരണം ഇത് എന്നത് എന്തിൻ്റെ ഇല്ലത്താണ്? ഐ നസിഫുക്ക എന്ന് പറഞ്ഞതിൻ്റെ ഇല്ലത്ത്. നമ്മൾ ഇങ്ങനെ ഒരു പുതിയൊരു മോഡല്, നിനക്കുള്ള എല്ലാ സിഫത്തുകളും ഞങ്ങളിതാ സിഫത്ത് പറയുന്നു എന്നാ പറഞ്ഞത്. ഇത് കാരണം, അങ്ങനെ പറയാൻ കാരണം, ഇങ്ങനെ വ്യാഖ്യാനം കൊടുക്കാൻ കാരണം അൽഹംദു ഹംദ് എന്നാൽ ജമക്ഷരിമാൻ പറഞ്ഞതുപോലെ കമാ കാല ജമക്ഷരിമാമെ കശാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. ഒരുപാട് ആളാണ്, പക്ഷെ അക്കീദ മുഅ്തസിലിയാണ് എന്നാണ് പ്രബല വീക്ഷണം. ചില അറിഞ്ഞിരിക്കുന്ന തൗബീദ് പറഞ്ഞവരുണ്ട്. മുഅ്തസിലി വിശ്വാസ തഫ്സീറുൽ ബൈലാവി സമക്ഷരിയുടെ കശാപ്പിന് മറുപടിയും കൂടി ആയിട്ട് എഴുതിയതാണ്. ബൈലാവി ഇമാമേ തഫ്സീറുൽ ബൈലാവി എഴുതിയത് സമക്ഷരി മുഅ്തസിലി വാദം കൂടി സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് എഴുതുന്നത്? കശാപ്പ് എന്ന് പറഞ്ഞ തഫ്സീർ എഴുതുന്നത്. സമക്ഷരിക്ക് നഹ്വിലും ലുഗത്തിലും ഒക്കെ പല കിതാബുണ്ട്. അതിന് മറുപടി ആയിട്ടും കൂടിയാണ് ബൈലാവി ഇമാമ അതിനുള്ള ജവാബ്. മൂപ്പര വാദം ചിലത് തെറ്റുണ്ട് മുഅ്തസിലി വാദങ്ങൾ കൊണ്ട്. അതിന് മറുപടി റാസിമാമ തഫ്സീറും എഴുതിയിട്ടുണ്ട്. റാസിമാമിന്റെ തഫ്സീറും മുഅ്തസിലിയാക്കൾക്ക് മറുപടി ഉണ്ട്. ഏതായിരിക്കട്ടെ, മൂപ്പര് ഭാഷ പണ്ഡിതനായതുകൊണ്ട് ഭാഷ വയം ചെയ്യാൻ മൂപ്പരെ പറ്റുമല്ല. സമക്ഷരി പറഞ്ഞിട്ടുണ്ട് ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെ പറഞ്ഞിട്ടുണ്ട്? സമക്ഷരി വായിക്കാറിന് മൂപ്പര് കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അൽ വസ്ഫു ബിൽ ജമീലി. അൽ ഹംദു ഹംദാകുന്നത് അൽ വസ്ഫു ബിൽ ജമീലി, നല്ലത് കൊണ്ട് വസ്ഫ് പറയലിനാണ്. അതന്നെ നിങ്ങൾ തനാവുൽ ലിസാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അൽ വസ്ഫു ബിൽ ജമീലി എന്നാണ്. ഇങ്ങോട്ടെ വകുല്ലം മിൻ സിഫാത്തിഹി, അല്ലാഹു തആലയുടെ സിഫത്തുകളെല്ലാം. അപ്പൊ എന്തായി? അഹ്മദ്ക്കൊക്കെ ഞങ്ങൾ നിന്നെ സിഫത്ത് പറയുന്നു എന്നായി. കാരണം ഹംദിന്റെ അർത്ഥം ഇപ്പൊ എന്താ വെച്ചത്? ജമീൽ. അപ്പൊ വസ്ഫ് പറയുന്നു. അപ്പൊ അഹ്മദ് പറഞ്ഞാൽ ഞങ്ങൾ വസ്ഫ് പറയുന്നു എന്നല്ല. അപ്പൊ ഞങ്ങൾ വസ്ഫ് പറയുന്നു എന്നുള്ള അർത്ഥം വെക്കാനുള്ള വകുപ്പായി. നസിഫുക, കാരണം അഹ്മദുക എന്ന് പറഞ്ഞതാ, ഹംദ പറഞ്ഞതാ അൽ വസ്ഫു. അപ്പൊ നസിഫുക അഹ്മദുക്കാന്റെ അർത്ഥം നസിഫുക ബിൽ ജമീൽ, നിന്നെ ജമീൽ കൊണ്ട് വിശേഷണം പറയുന്നു. കാരണം ഹംദിന്റെ അർത്ഥം തന്നെ അൽ വസ്ഫു ബിൽ ജമീലി എന്നാണ്. അപ്പൊ നഹ്മദ് പറഞ്ഞാൽ നസിഫു ബിൽ ജമീലി, അൽ വസ്ഫു ബിൽ ജമീലി എന്നാണ് ഹംദിന്റെ അർത്ഥം. അപ്പൊ നസിഫുവിന്റെ അർത്ഥം നഹ്മദിന്റെ അർത്ഥം
നസിഫു ബിൽ ജമീലി. മനസ്സിലായ? പിന്നെ ബി ജമീ സിഫാത്തിക്ക എന്താ പറഞ്ഞു? നിന്റെ എല്ലാ സിഫത്തുകളും എന്ന്. വകുല്ലും മിൻ സിഫാത്തി ജമീലുൻ. അള്ളാന്റെ എല്ലാ സിഫത്തും എന്താണ്? അപ്പൊ ബിൽ ജമീലി എന്ന് പറഞ്ഞാൽ എല്ലാ സിഫത്തും പെട്ടുക്കണ്. അപ്പൊ നസിഫുക ബി ജമീ സിഫാത്തിക്ക, ബി ജമീ സിഫാത്തിക്ക എന്ന് പറഞ്ഞതിനുള്ള വകുപ്പായി. മനസ്സിലായോ? ആ അപ്പൊ ഇവിടെ ഒരു ചോദ്യം കൂടി വരും. എല്ലാ സിഫത്തും ഇപ്പൊ നഹ്മദുക്കേന്ന് കിട്ടുമോ? നസിഫുക്കാന്ന് കിട്ടും. കാരണം നഹ്മദുവിന്റെ അർത്ഥം തന്നെ അൽ വസ്ഫുൽ ജമീലാണ്. ബിൽ ജമീല് പറഞ്ഞാൽ ബിൽ ജമീലിൽ നിന്ന് ഒന്ന് കിട്ടും. അള്ളാന്റെ സിഫത്തുകളൊക്കെ ജമീലായതുകൊണ്ട് ബിൽ ജമീലി എന്ന് പറഞ്ഞാൽ സിഫത്ത് കൊണ്ടെന്ന് കിട്ടും. എല്ലാം നിങ്ങൾ കിട്ടുന്നത് അതിനെ പറഞ്ഞ ഒരു ആയത്തു ജമീഹ, സിഫത്തുകളെ എല്ലാം എന്ന പരിഗണന അബലഹു, അത് മുബാലകത്താണല്ലോ അള്ളാഹിനെ ബഹുമാനിക്കുന്നതിൽ. നമ്മളിപ്പോ ഈ നഹ്മദുക്ക് അള്ളാഹ് പറയുന്ന ഇൻഷാ കൊണ്ട് ഉദ്ദേശം അള്ളാഹിനെ ബഹുമാനിക്കലല്ലേ? അപ്പൊ അവിടെ എങ്ങനെ പരിഗണിക്കലാണ് നല്ലത്? എല്ലാ ഹംദും ചെയ്യുന്നു എന്നത് വെക്കല്ലേ നല്ലത്? എല്ലാ വസ്ഫുകളെയും കൂടി പരിഗണിച്ച് പറയലല്ലേ നല്ലത്? അതുകൊണ്ട് അങ്ങനെ അർത്ഥം വെച്ച താലീമിന്റെ മക്കാമായതുകൊണ്ട് ഇവിടെ എല്ലാ വസ്ഫും ആയിരിക്കുമല്ലോ മുറാദ്. മനസ്സിലായ? എന്താ പറഞ്ഞാവോ? ഒരു ആയത്ത് ജമീഇഹ എന്താ അർത്ഥം? എല്ലാ വസ്ഫിനെയും പരിഗണിച്ചത് അബ്ലഗു ഫി താലീമി, അള്ളാഹിനെ താലീമാക്കുന്നതിൽ മികച്ചതാണ്. ഏതായാൽ മുറാദി ബിമാ ദിക്റ, അഹ്മദുക്കന്റെ ഉദ്ദേശം തന്നെ അതാണ്. അൽ മുറാദി താലീം ഉദ്ദേശിക്കപ്പെടുന്നതാണ്. എന്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതാണ്? ബിമാ ദിക്റ, ആ മത്തിനിൽ പറയപ്പെട്ടത് കൊണ്ട്. ബിമാ ദിക്റ പറഞ്ഞാല് അഹ്മദ് കൊണ്ട് മുറാദ് താലീമല്ല. അഹ്മദുക്ക കൊണ്ട് ആ മാതുക്കറ കൊണ്ട് പറയ് മുറാദായ താലീമിൽ മുബാലഗത്ത് കിട്ടുന്നതാണ്. എന്താ മുഴുവനെന്ന് വെക്കും. അപ്പൊ നമുക്ക് എന്തെന്നെ വെക്കാം? ജമീ ചബി സിഫാത്തിക്ക എന്നല്ലേ വരുള്ളൂ ഏറിയാലെന്ന് ചോദിക്കണ്ട. കാരണം ഇത് താലീമിന്റെ മക്കാമായത് കൊണ്ട് താലീമിൽ എങ്ങനെയൊക്കെ താലീം കിട്ടോ അതൊക്കെ മുറാദ് ഉണ്ടാകും. അപ്പൊ വേണ്ട നമുക്ക് എന്തെന്നെ വെക്കാം? ബി ജമീ സിഫാത്തിക്ക എന്ന് വെക്കാം. നസിഫുക്ക ബി സിഫാത്തിക്ക എന്ന് പറഞ്ഞാൽ മതി. നസിഫുക്ക ബിൽ ജമീലി, എല്ലാ സിഫത്തും ജമീലാണ്. അപ്പൊ നസിഫുക്ക ബി സിഫാത്തിക്ക, അപ്പൊ അത് സിഫാത്തല്ലേ ഇവിടുള്ളൂ. അല്ല, താലീമിന്റെ മക്കാമായത് കൊണ്ട് കുല്ലു സിഫാത്ത് പെടുത്തുന്നതിന് കുഴപ്പമില്ല, മുറാദ് അതന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് മുസന്നിഫ് ഷാരിഹി നസിഫുക്ക ബി ജമീ സിഫാത്തിക്ക എന്ന് പറഞ്ഞത്. എന്തേ മനസ്സിലാകണ്ട? ഇത് മനസ്സിലാവൂല. ഇത് കുറെ വട്ടം ഞാൻ പറഞ്ഞതുപോലെ അവിടെ പോയി പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കൂട്ടിവെച്ചിക്കാണ്ട് ഒപ്പിച്ചിക്കാണ്ട് അതൊന്നും പറഞ്ഞു അതൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു അന്തം കിട്ടൂല. നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി ഇങ്ങനെ നിങ്ങളെന്താക്കണം, അവിടെ പോയിക്കാണ്ട് ഇങ്ങനെ ഒരു 5 വട്ടം 10 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഇങ്ങനെ പറഞ്ഞിക്കാണ്ട് അപ്പം അങ്ങനെ അപ്പം ഇങ്ങനെ ഇപ്പം അങ്ങനായി ഇപ്പം ഇങ്ങനായി അപ്പം അങ്ങനായി ആയിട്ട് ജവൽ അങ്ങനെ ആയി എന്നിട്ട് പറഞ്ഞിക്കാണ്ട് അങ്ങോട്ട് തലയിൽ അങ്ങനെ ആയി എന്നിട്ട് തോന്നിപ്പിക്കുക. അല്ല, അങ്ങനെ ആയി എന്നിട്ട് മനസ്സിലാക്കിപ്പിക്കണം. എല്ലാ ഇതൊന്നും തരുന്നില്ല, ഇപ്പം ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ പോരാ. കുറെ നമ്മൾ തൊള്ളിക്കൂടെ അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞിക്കാണ്ടാണ്ട് റെഡി ആകുമ്പോൾ നമ്മൾ മനസ്സിലായി ഈ പറഞ്ഞത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. വെറും വർത്തമക്കൽ മാത്രമല്ല. അപ്പോൾ അത് തിരിയുമ്പോൾ താലീമാണ് ഇവിടുത്തെ മുറാദ് എന്ന് പറഞ്ഞില്ലേ? താലീമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത് കാരണം താലീമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഇല്ലത്താണത്. താലീം ഉദ്ദേശിക്കേണ്ടത് കാരണം അൽ മുറാദ് ബിഹി, ഇത് കണ്ടൊക്കെ ഉദ്ദേശിക്കും ഇജാദുൽ ഹംദി, ഉണ്ടാക്കലല്ലേ? ഹംദിന് ഉണ്ടാക്കലല്ലേ? അപ്പൊ ഹംദിനുണ്ടാക്കും അള്ളാഹിനെ താലീം ആക്കലല്ലേ ഉദ്ദേശം? അല്ലാതെ അള്ളാഹ്ക്ക് ഹംദുണ്ടെന്ന് അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അള്ളാഹിനെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നഹ്മദു മുദാരിയല്ലേ, അപ്പൊ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ എന്താക്കും? അള്ളാഹുവിനെ തുതിക്കും എന്ന വാർത്ത നിങ്ങളോട് പറയലാണ് ഉദ്ദേശം? അല്ല, പിന്നെന്താ? ഹംദ് അങ്ങോട്ട് ഉണ്ടാക്കാണ്. അപ്പൊ എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായി? താലീമാന്ന് മനസ്സിലായി. താലീമാന്ന് എങ്ങനെ മനസ്സിലായി? ഇത് കാരണം ഈ പറയപ്പെട്ടുകൊണ്ട് മുറാദ് താലീമാന്ന് നേരത്തെ പറഞ്ഞാൽ മുറാദ് ബിമാദിക്കറാറിനില്ലേ? ഈ താലീം എങ്ങനെയുള്ളതാണ്? ഈ പറയപ്പെട്ടത് കൊണ്ടുള്ള മുറാദാണെന്ന് പറഞ്ഞില്ലേ? ആ മുറാദാണെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി. ഇത് കാരണാൽ മുറാദ് ബിഹി, അതുകൊണ്ടുള്ള മുറാദ് ഹംദിനെ എന്താക്കുകയാണല്ലോ, ഉണ്ടാക്കല്ല. അപ്പൊ താലീം എന്നല്ലേ മുറാദ്? ഉണ്ടാക്കുമ്പോ താലീമല്ല, ഇൻഷാ അല്ലാഹ് എന്നർത്ഥം. ഇജാദ് പറഞ്ഞാൽ ഇൻഷാ, ഇജാദ് പറഞ്ഞാല് എന്തല്ല ഉദ്ദേശം?
പിന്നീട് ഹംദിന് ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കും എന്ന് വാർത്ത എവിടുക്കല്ലല്ലോ ഇഖ്ബാറു. അതാ ഈജാദു അൽ ഇദ്കാറൽ മുറാദു ബിഹി ഈജാദുൽ ഹംദി. ആ ഖബർമക്ക് ഇജാദാണ്, ഇൻഷാ ആണ്. എന്തല്ല അല്ലല്ലേ ഇൻഷാ ആണെന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് അല്ലേ അല്ല എന്ന് പറയുമ്പോ പറയും ചെങ്ങന്മാരെ. ആ കഥ ഇതുപോലെയാണ് മുസന്നിഫിന്റെ വാക്കാകുന്നത്. ഖബർ മൂത്തയാണ്. നുസല്ലി എന്ന് പറയാൻ പോകുന്നുണ്ട്. ഇപ്പൊ അഹമ്മദ് ഖാണ്ട് തുടങ്ങിയത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ മുസന്നിഫ് എന്ത് പറയണ്ടേ? നുസല്ലി നല്ലറാവു എന്നൊക്കെ പറയണ്ടേ. അതൊക്കെ എന്താ ഉദ്ദേശം? ഈജാദാണ്, ഇൻഷാ ആണ്, അല്ലാതെ ഇഖ്ബാറൊന്നല്ല. നമ്മൾ സലാത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞിട്ട് ചെല്ലുന്നു വിവരം പറയില്ല. നമ്മൾ പിന്നീട് നെല്ലറ ആകുന്നു പറയല്ല. കഥാ കൗലുഹു നുസല്ലി, നുസല്ലിയും ഇപ്രകാരമാണ്, നെല്ലറവും ഇപ്രകാരമാണ്. ഞങ്ങൾ വിനയം കാണിക്കുന്നു എന്നുള്ള അർത്ഥമല്ല. നെല്ലറവും ഇൻഷാ ആണ് അവിടുത്തെ ഉദ്ദേശം. പിന്നെ അതുകൊണ്ടൊക്കെ ഉദ്ദേശം ലറാഅത്തും സലാത്തൊക്കെ ഉണ്ടാക്കലാണ്. പിന്നീട് ഉണ്ടാകുന്നുള്ള പറയലല്ല. പിന്നെ നഹ്മദൂന്ന് അഹ്മദൂന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല മുസന്നിഫേ? നമ്മള് മൂപ്പരെ തന്നെ എന്താക്കി? ബെഞ്ചാളാക്കി അല്ലേ? നുസല്ലിന്റെ അവിടെ ഉസല്ലി പറഞ്ഞില്ല, നെല്ലറാവിന്റെ അവിടെ അലറവ് പറഞ്ഞില്ല. മുതാരിയാട്ടത് ഇപ്പൊ നേരത്തെ പറഞ്ഞു. മുതാരി വേർതിരിച്ച് മനസ്സിലാക്കണം. പിന്നെ ബിനൂനിൽ അലമത്തി അത്ത മുസന്നിഫ് കൊണ്ടുവന്നു, അലമത്തിന്റെ നൂനിനെ കൊണ്ടുവന്നു. നമ്മള് പോയി അവിടക്ക്. മൂപ്പര് വലിയ ആളാണെന്ന് അതിന്റെ അർത്ഥം. അങ്ങനെ ഉണ്ടല്ല, നമ്മള് യൂണിവേഴ്സിറ്റിയൊക്കെ പോയി. അതായത് ഞാനൊക്കെ നിങ്ങളൊന്ന് വാർത്ത വിട്ടിട്ട് ഞാൻ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ വാർത്ത ബിനൂനിൽ അലമത്തിന്റെ നൂനിനെ കൊണ്ടുവന്നു. മൂപ്പര അലമത്താണ് അതിന്റെ അർത്ഥമെങ്കിലും അത് വെളിവാക്കാനല്ല, അതിനാൽ മൽസൂമിനെ വെളിവാക്കാനാണ്. ഇത് അലമത്ത് ലാസിമായൊരു കാര്യമാണ്. അതിന്റെ ഒരു മൽസൂമുണ്ട്. ആ മൽസൂമിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാ. നേരെ അർത്ഥ അലമത്ത് വെളിവാക്കലാണ്. അതിനു വേണ്ടിയല്ല സംഭവം കൊണ്ടുവന്നത്. എന്തിനു വെളിവാക്കാൻ വേണ്ടിയാണ്? അലമത്തിന്റെ മൽസൂമായൊരു കാര്യമുണ്ട്. അലമത്തെ ആ മൽസൂമിന്റെ ലാസിമാണ്. മനസ്സിലായ? അതിനെ വെളിവാക്കാനാണ്. അലമത്തിനെ വെളിവാക്കാനെന്നല്ല പറഞ്ഞത്. ലിദഹാരി മൽസൂമിഹ, അലമത്തിനാൽ മൽസൂമായ ഒരു കാര്യമാണ്. അലമത്തിന്റെ മൽസൂമിനായ ഒരു കാര്യമുണ്ട് കേട്ടോ. എപ്പോഴാണ് ഇദ്ദേഹത്തിന് എപ്പോഴാണ് അലമത്ത് കിട്ടല്? അള്ളാഹു മൂപ്പർക്ക് കുറെ നിയമത്തിട്ട് കൊടുക്കണം. മൂപ്പർക്ക് എപ്പോഴാണ് ഈ അലമത്ത് കിട്ടല്? മൂപ്പര് എന്താണ് ഓതി പഠിക്കാൻ പോകാനും കിതാബ് പഠിക്കാനും ഉഷാറാകാനൊക്കെ അള്ളാഹു ഇങ്ങനെ എന്ത് ചെയ്തു കൊടുക്കണം? നിയമത്തുകൾ അല്ല ചെയ്തു കൊടുക്കണം. അല്ല ചെയ്തു കൊടുക്കലിനാൽ ആണ് മൂപ്പർക്ക് അലമത്ത് കിട്ടല്. ഒന്നുകൂടി പറയാം. അല്ല ആ നിയമത്തുകൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അതിനാൽ ലാസിമായിട്ടാണ് അലമത്ത് കിട്ടല്. അപ്പൊ മൽസൂമാണ് ഏത്? നിയമത്ത് ചെയ്തു കൊടുക്കല്. നിങ്ങൾക്ക് മനസ്സിലായി? എൻ്റെ റൂട്ട് ലാസിം മൽസൂം ഉണ്ടാക്കിയാണ് ഇവിടെ. എന്താന്ന്? അള്ളാഹു കുറെ നിയമത്തുകൾ മൂപ്പർക്ക് അങ്ങനെ ഇട്ടെടുത്ത്. അപ്പൊ മൂപ്പർക്ക് വലിയ അലമത്ത് കിട്ടി. അല്ല എന്താ ചെയ്തെടുത്തത്? നിയമത്ത് ഇട്ടെടുത്ത്. നിയമത്ത് അനുഗ്രഹങ്ങൾ ഇട്ടെടുത്ത്. അപ്പൊ മൂപ്പര് ഇങ്ങനെ സ്ഥാനക്കയറ്റം കിട്ടിയിട്ട് മൂപ്പർക്ക് എന്ത് കിട്ടി? അലമത്ത് കിട്ടി. അപ്പൊ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിനാൽ ലാസിമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ആ അള്ളാഹു ചെയ്തു കൊടുത്ത നിയമത്തിനാൽ ലാസിമായിട്ടാണ് എന്ത് കിട്ടിയത്? അലമത്ത്. അപ്പൊ അലമത്ത് ലാസിമ, നിയമത്ത മൽസൂമ്. അല്ല ചെയ്തു കൊടുത്ത നിയമത്ത് മനസ്സിലാക്കി പറയലാണ് മൂപ്പർ ഉദ്ദേശം. അതാണ് മൽസൂമ്. മൽസൂമ് പറഞ്ഞതിന് കുഴപ്പമുണ്ടാവും. മൽസൂമ് പറയുന്നത് നല്ലതല്ലേ? അല്ല നമ്മക്ക് ചെയ്ത് തന്ന അനുഗ്രഹം പഠിച്ചവൻ എനിക്ക് എന്തൊക്കെ ചെയ്ത് തന്നു. എനിക്ക് ഒരുപാട്, എനിക്ക് കണ്ണ് തന്നു, മൂക്ക് തന്ന്, എനിക്ക് ആരോഗ്യം തന്ന്, എനിക്ക് നല്ല ബൈക്ക് ഓടിക്കാനുള്ള ഇത് തന്ന്, കഴിവന്ന്, എനിക്ക് നല്ല കൈകാലം തന്ന്, നല്ല ദർസില് ചേർത്തി തന്ന്, എന്തൊക്കെ തന്ന് അല്ലേ? അപ്പോ അള്ളാഹു ചെയ്തെന്ന നിയമത്ത് എന്താക്കലും പറയണല്ല, അത് പറയലാണ്
അത് വെളിവാക്കി പറയലാണ് മൂപ്പര ഉദ്ദേശം. അത് ലാസിമ മൽസൂമ, അത് മൽസൂമ. അത് ഞാൻ 100 വട്ടം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നത് ലാസിമ മൽസൂമ. അവിടെ മൽസൂമ കൊണ്ട് ഉദ്ദേശം ലിഹാരി മൽസൂമിയ, അളമത്തിനിക്കുള്ള മൽസൂമ ആണ് പ്രകടിപ്പിക്കലാണ് മൂപ്പർ ഉദ്ദേശിച്ചത്. അല്ലതേ ഹുവ നിയമത്ത്. മൽസൂമ പറഞ്ഞ ഏതാണ്? നിയമത്താണ്. അത് എന്താ നിയമത്ത്? അതേ ആ നിയമത്തിന്റെ ബയാന് നാന്ന് പറയണം. അള്ളാഹു മൂപ്പരെ തഅ്ലീമാക്കി, ലഹു മൂപ്പരെ ബിതഅഖീലിഹി, അർഹനാക്കൽ കൊണ്ട്, അദ്ദേഹത്തെ അർഹനാക്കൽ കൊണ്ട്, ഇൽമിനിക്ക് അർഹനാക്കൽ കൊണ്ട് മൂപ്പരെ അള്ളാഹു തഅ്ലീം ചെയ്തു എന്ന ആ നിയമത്തിന്, എന്ന ആ നിയമത്താകുന്ന മൽസൂമിനെ മൂപ്പര് വെളിവാക്കി തന്നതാണ്. അള്ളാഹിന്റെ നിയമത്തെ എടുത്ത് പറയണ്ടേ? അങ്ങനെ നിയമത്ത് വെളിവാക്കൽ നല്ലതല്ലേ? ഇംതിസാലി ഖൗലിഹി തആല, അള്ളാഹിന്റെ ഖുർആന്റെ വാക്കിനോട് മൂപ്പര് വഴിപ്പെട്ടതാണത്. ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞിരിക്കണേ നിന്റെ റബ്ബിന്റെ നിയമത്ത് കൊണ്ട് ഫഹദ്ദിസ്, നീ പറയൂന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? നേരെ ഒറ്റ വാക്കിന് വാക്കുമ്പോ പറയുമ്പോ തന്നെ കിട്ടണ്ടേ? നിങ്ങളിപ്പോൾ 1-ാം ക്ലാസ്സാ? അമ്മാ ബിനിഅമതി റബ്ബിക എന്താ അർത്ഥം? ഫഹദ്ദിസ്, നീ പറയൂന്ന് അല്ലാഹു ഖുർആനിൽ. അപ്പൊ നമുക്ക് പറയല്ല, പറയണ്ടോ? അപ്പൊ നമ്മളെ തഅ്ലീമാക്കൽ ഉദ്ദേശിക്കാഞ്ഞാൽ മതി. പറയണീന് കുഴപ്പമൊന്നുമില്ല. നമ്മളെ പറ്റി ഞാൻ 10 കൊല്ലം ഓതി, ഞാൻ ഇന്ന സ്ഥലത്ത് ഓതി, ഇന്നൊക്കെ പഠിച്ചിനി, ഇങ്ങനൊക്കെ ആക്കീനി, ഇങ്ങനെ ആക്കീനി പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായ? അള്ളാഹിന്റെ നിയമത്തെ എടുത്തു പറയാന്നുള്ളതായിരിക്കും. അള്ളാഹു താല മനസ്സിലായില്ല? അവിടൊക്കെ നീ ഞാൻ പറയണ്ടല്ല, പറഞ്ഞ പിന്നെ ഇങ്ങനെ പറച്ചിലുണ്ടാവും. അള്ളാഹു താല പറഞ്ഞു, അങ്ങനൊന്നല്ല. വക്കാല മുസന്നിഫ് പറഞ്ഞു, മാ തഖദ്ദമ, നേരത്തെ പറഞ്ഞ ആ പദങ്ങൾ പറഞ്ഞു. അതാ നഹ്മദുക എന്ന് പറഞ്ഞു. ദൂന ലാഹ, എന്താടാ അർക്കത്ത് പിന്നെ ചെയ്യാം. എന്താണ് മഫൂലല്ലേ? നഹ്മദു ഫിൽമയിലല്ലേ? നഹ്മദുക എന്നറിഞ്ഞു. എന്തറിഞ്ഞില്ല? അള്ളാന്റെ പേരെടുത്ത് പറയാ. അതൊക്കെ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. നഹ്മദുക അല്ലാഹുമ്മ എന്നല്ലേ ഉസ്താദ് നേരത്തെ പറഞ്ഞത്? അവിടെ നീണ്ടുപോയില്ലേ? അല്ലാഹുമ്മക്ക് കൂട്ടേണ്ടി വന്നില്ലേ? ഇവിടെ ഇപ്പൊ നെഹ്മദു അല്ലെ? അവിടെ നെഹ്മദുക്കാന്ന് മാത്രല്ലല്ലോ, അള്ളാഹുമ്മയുണ്ടല്ലോ അവിടെ. പിന്നെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. എങ്ങനെ പറഞ്ഞാല് അതെങ്ങനെയുള്ളതാ? ദൂന നെഹ്മദുല്ലാഹ, നെഹ്മദുല്ലാഹ എന്ന് പറഞ്ഞില്ല. എങ്ങനെയുള്ള നെഹ്മദുല്ലാഹ? അൽ അഹ്സരി, അത് ചുരുക്കമാണ്. നെഹ്മദുക്കല്ലാഹുമ്മനേക്കാൾ ചുരുക്കമായ അൽ അഹ്സരി, നഹ്മദുല്ലാഹ എന്നത് എങ്ങനെയുള്ളത്? ചുരുക്കമായ മിൻഹു, ഇതിനെക്കാട്ടെ അല്ലാഹുമ്മനെക്കാട്ടെ. എന്നിട്ട് മൂപ്പര് നീണ്ടതായ നഹ്മദുക്കല്ലാഹുമ്മനെ പറഞ്ഞു. തലദ്ദുദ് ബിഖിതാബില്ല, അള്ളാഹുവിനോട് സംഭാഷണം നടത്തിക്കൊണ്ടുള്ള ആനന്ദം കിട്ടാൻ, അവനെ വിളിച്ചുകൊണ്ടുള്ള അള്ളാഹുമ്മ കൂടി പറഞ്ഞാണ്ടേ അല്ല, അത് നല്ല ആനന്ദാണ് ദിക്റൊക്കെ ചെല്ലാന്. നമ്മക്കെന്ത്, നമ്മക്ക് അള്ളാ 2 റക്അത്ത് സുബഹിന്റെ മുമ്പ്, ദുഹറിന്റെ മുമ്പ് 4 ഇത് 2 കൊണ്ട് 2 മതി. ഇതിനോട് സ്വർഗം തരങ്ങ തന്നോ. അള്ളാനെങ്ങനെ വിളിക്കുമ്പോ എന്ത് കിട്ടാനാണ്? അള്ളാഹുമ്മ എന്നൊക്കെ പറഞ്ഞത് അള്ളാഹുവിനോട് നേരിട്ട് കാ എന്ന് പറയൽ കൊണ്ട് കിതാബില്ല, തലതുതി രസമുണ്ടാകാൻ വേണ്ടിയാണ് അള്ളാഹുവിനോട് സംഭാഷണം. അല്ലേ? വലിയ പ്രധാനമന്ത്രിയൊക്കെ ഇവിടെ വന്നാല് അതിന് പറ്റിയതാണെങ്കിൽ നമ്മൾ മൂപ്പരോടൊക്കെ പറഞ്ഞ അങ്ങനെ സഭർത്താലിരുന്ന് വർത്താനം പറഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും പറയാ ഞാൻ പ്രധാനമന്ത്രി എപ്പോഴും ചില വയസ്സന്മാരൊക്കെ പറഞ്ഞിരിക്കണില്ലേ ഞാൻ മുമ്പ് പ്രധാനമന്ത്രിയുടെ അടുത്തൊക്കെ പോയ ആളാണെന്ന് എന്ന മാതിരി ഇങ്ങനെ ഇടയ്ക്ക് പിന്നെ മൂപ്പര് മരണം വരെ മൂപ്പർക്ക് അത് പറയണ്ടാവും. വലിയ ആൾക്കാരോട് സംഭാഷണം നടത്തിയാൽ ആ കഥ പിന്നെ വാ ഇനി അടുത്ത് എവിടുക്കാരോ കാല അല്ലേ? അപ്പൊ കാല എന്ന് പറഞ്ഞില്ലേ നേരത്തെ? മുസന്നിഫ് പറഞ്ഞു അതിന് മുന്നേ എന്തോ ഒരു കാലം ഉണ്ടെന്ന് കൊണ്ടിരിക്കും. കാലൽ മുസന്നിഫ് ഒന്ന് ഫസ്റ്റ് ഉണ്ടല്ല, അവർക്കാണ് ഈ ബന്ധങ്ങള്. കാലൽ മുസന്നിഫു കാല, പിന്നെന്താ അദല, മൂന്നാമത്തെ സ്റ്റെപ്പാണ്. മുസന്നിഫ് തെറ്റി. എന്തുമ്മ? അൽഹംദുലില്ലാഹി, അനിൽഹംദുലില്ലാഹി, അങ്ങനെയാണ് അന്ദീന. പിന്നെ അൽഹംദുലില്ലാഹി എന്ന പദത്തെ തൊട്ട് തെറ്റി.
അസ്സായിഅത്തി ലിൽ ഹംദി. അത് ഏത് പദമായ അൽഹംദുലില്ലാ എന്നുള്ളത് ഹംദിനിക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന പദം. അതിനെ തൊട്ട് തെറ്റി അതായ സിഫത്താണത്. അന്യജറല്ലേ, അപ്പൊ അതിന്റെ സിഫത്ത് ഇങ്ങനെ അസ്സായിഅത്തി ശായിഅത്തി ലിൽ ഹംദി. എന്തുകൊണ്ടാണ് തെറ്റിയത്? ഇത് കാരണം അൽ ഖസ്തു ബിഹ, ഈ ഹംദ് കൊണ്ട് ഈ വ്യാപകമായ പദം എന്ന് പറഞ്ഞില്ലേ ആര്? അൽഹംദുലില്ലാ എന്നുള്ളത്. മനസ്സിലായ? അത് എന്തുകൊണ്ട് വ്യാപകമായി? തെറ്റിന്റെ കാരണം പിന്നെ പറയും. ഇപ്പൊ തെറ്റിന്റെ കാരണം അല്ല പറഞ്ഞത്. അൽഹംദുലില്ലാ എന്തുകൊണ്ട് വ്യാപകമായി? അത് വ്യാപകമാണെന്ന് പറഞ്ഞില്ലേ, അതെന്തുകൊണ്ട്? അപ്പൊ അൽഹംദുലില്ലാന്റെ മഹത്താ പറയണത്, മുഹമ്മദ് ഖദറിന്റെ മഹത്തല്ല ഉസ്താദേ. അൽഹംദുലില്ലാന്റെ മഹത്വം അത് വ്യാപകമാണ്, എല്ലാവരും ഉപയോഗിക്കല. അതാ നമ്മളെ മുസ്ലിം ഇങ്ങോട്ട് തെറ്റിക്കണേ. എന്നാൽ അതിന്റെ മഹത്വം എന്ന് പറയാം, അത് വ്യാപകമാകാനുള്ള കാരണം എന്താണ്? ഇത് കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ഇല്ലത്ത അശായത്തിന്റെ ഇല്ലത്ത, അൽഹംദുലില്ലാ ശായിയാകാനുള്ള ഇല്ലത്ത. ഇത് കാരണം എന്തിന്റെ കാരണം? എല്ലാം വ്യാപകമായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. അൽ ഖസ്ദു ഉദ്ദേശം, ബിഹ അൽഹംദുലില്ലാ കൊണ്ട്, അല്ലാഹു തആല അല്ലാഹു തആലാന്റെ മേലെ സ്തുതിക്കലാണ്, പുകഴ്ത്തലാണ്. അള്ളാഹിന്റെ പേര് തആല കൂട്ടി എഴുതി പറയലാണ് നല്ലത്. എഴുതുമ്പോ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞതിനെക്കാട്ടിയും തആല എന്ന് പറഞ്ഞത് നല്ലതാന്ന് മനസ്സിലാവും. ചില മുദ്യമാരെ പറഞ്ഞു എഴുതുമ്പോഴും ഇൻഷാ അല്ലാഹ് എന്ന് എഴുതി വിടരുത്. ഞങ്ങള് തആല ഇതാ അല്ലെങ്കിൽ ജല്ല ജലാലു എന്നാളിപ്പോൾ അടുത്ത് പറഞ്ഞല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ചെയ്യലില്ല. ഇത് കാരണം അൽഹംദുലില്ലാ എന്ന് പറയാൻ അത് വ്യാപകമാകാൻ കാരണം ഫസ്റ്റ് അതുകൊണ്ടുള്ള കരുത്ത് അല്ലാഹു തആല അല്ലാഹു തആലയുടെ മേൽ പുകഴ്ത്തലാണ്. എന്തുകൊണ്ട് പുകഴ്ത്തലാണ്? ബിഅന്നഹു മാലിക്കുൽ ഹംദി, അല്ലാഹു ഹംദിന്റെ മാലിക്കാണ്. ലാമ വിൽക്കനാണ് നോക്കുമ്പോ എന്നാൽ ഖൽഖി എന്ത് ലി ജമീൽ ഹംദി, അല്ലാഹു തആല സർവ ഹംദിനും ഉടമസ്ഥനാണ്. മിനൽ ഖൽഖി, ആരിൽ നിന്നും? അതാണല്ലോ അവിടുത്തെ ഉദ്ദേശം. അപ്പൊ അത് വ്യാപകമാണ്. അങ്ങനെ എന്തല്ല ഉദ്ദേശം? ലൽ ഇഅ്ലാമു, അതുകൊണ്ട് അറിയിക്കലല്ല. അതുകൊണ്ട് എന്താക്കലല്ല, മറ്റുള്ളവരെ അറിയിക്കല്ല, പുകഴ്ത്തല. പിന്നെ അല്ലതി ഏതായ അറിയിക്കല്? മിൻ ജുംലത്തിൽ അസ്ലി, അസ്ലിന്റെ കൂട്ടത്തിൽപ്പെട്ട അസ്ലിൽ പെട്ടതാണ്. ഒരു ഖബർ കൊണ്ടുള്ള ഉദ്ദേശത്തിലുള്ള അസ്ല് ഏലമാണ്. എന്താ അങ്ങനെ അങ്ങോട്ട് വന്നു നോക്കിയാൽ മതി. ഒരു ഖബറിയായ ജുംല പറയുമ്പോൾ കരുതുന്നതിൽ അസ്ലിന്റെ കൂട്ടത്തിൽപ്പെട്ടത് ഏലാമാണ്. ഒരു ഖബറിയായ ജുംല പറയുമ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കൽ ഏതല്ലേ? ശരിക്കും അസ്ലി ഏതല്ലേ? ഏലാമല്ലേ? ഒരു ഖബറിയായ ജുംലന്റെ അസ്ലി ഏലാമല്ലേ? അതിന്റെ ഒറിജിനൽ അർത്ഥം ഏലാമല്ലേ? നമ്മളിവിടെ എന്തിനുപയോഗിച്ചു? ഇൻഷാന് ഉപയോഗിച്ചു. അപ്പൊ ലൽ ഏലാമു ഇവിടത്തെ ഉദ്ദേശം ഏലാമല്ല. ബിദാലിക അൽഹംദുലില്ലാ കൊണ്ട്. അല്ലത് ഏതായ ഏലാമ്? ഹുവ അത് മിൻ ജുംലത്തിൽ അസ്ലി, അസ്ലിൽ പെട്ടതാണ്. എന്തിലുള്ള? ബിൽ ഖബരി, ബിൽ ഖസ്ദി ബിൽ ഖബരി, ഖബർ കൊണ്ടുള്ള കരുത്തില് അസ്ലിൽപ്പെട്ടതായ ഏലാമ ഇവിടെ ഏതായാലും എന്തില്ല? ഏലാം ഇവിടെ ഏലാമല്ല ഇവിടുത്തെ ഉദ്ദേശം. മറിച്ച് എന്താണ്? ഖസ്ദ് സനാഉ അലല്ലാഹ് ആണ്. മനസ്സിലായ? ഇത് കാരണം അൽ ഖസ്ദു ബിഹ, ഇതുകൊണ്ടുള്ള ഉദ്ദേശം സനാഉ അലല്ലാഹ്, അള്ളാഹിനെ സന ഉണ്ടാക്കുകയാണ്, പുകഴ്ത്തി പറയുകയാണ്. ബിഅന്നഹു മാലിക്കുൽ ജമീഇൽ ഹംദി മിനൽ ഖൽഖ്, അല്ലാഹു സൃഷ്ടികളിൽ നിന്നുള്ള എല്ലാ ഹംദിനും ഉടമയാണ്. എന്തല്ല ഇവിടുത്തെ ഉദ്ദേശം? ബാക്കി ഏതായ ഏലാമ അത് ഖബർ കൊണ്ടുള്ള ഉദ്ദേശത്തില് അസ്ലിൽപ്പെട്ടതായ ഏലാമെന്നല്ല ഉദ്ദേശം. അതുകൊണ്ടാണ് പൊതുവെ എന്ത് അൽഹംദുലില്ലാ എന്തായത്? വ്യാപകമായത്. മനസ്സിലായ? അതുകൊണ്ടാണ് അൽഹംദുലില്ലാ വ്യാപകമായത്.
അങ്ങോട്ടെ ലൽ എന്നുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞാൽ ഏലാമിൻ്റെ അർത്ഥം നോക്കാം. ലൽ ഏലാമു എന്തല്ല ഉദ്ദേശം? അൽഹംദുലില്ലാ വ്യാപകമായത് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? അതുകൊണ്ട് തന്നെ സനാ ആയതുകൊണ്ടാണ്. എന്തേ അൽഹംദുലില്ലാ കൊണ്ട് ഉദ്ദേശം എന്താണ്? സനാ ആണ്. എന്തല്ല ലൽ ഏലാമു ഇദാലിക, അതിനെ അറിയിക്കലല്ല. ഏതായ അറിയിക്കല്? അത് അസിലിൽപ്പെട്ടതാണ്. എന്തിലുള്ള? ഖബർ കൊണ്ടുള്ള കരുത്തിൽ. ആ അസിൽ എന്തിനാൽ? നല്ല മനസ്സിലാക്കാം. ആ അസിൽ എന്തിനാ? അസിലിന്റെ ബയാനാ. ഇങ്ങനെ ലേലാം മൂന്ന് അതിന്റെ ടോട്ടൽ കൊണ്ട്, അതിന്റെ ഉൾക്കൊണ്ട ആശയം കൊണ്ട് അറിയിക്കലിനാൽ ഖബർ കൊണ്ടുള്ള കരുത്തിലുള്ള അസിലിൽ പെട്ടതാണ്. ആ അസിൽ എന്തിനാൽ? മനസ്സിലായ? ഖബർ കൊണ്ടുള്ള കസ്തിലുള്ള അസിലിൽ പെട്ടതാണ്. ആ അസിൽ എന്തിനാൽ? അപ്പൊ മദ്മൂനിൽ അതിന്റെ ടോട്ടൽ കൊണ്ട് അറിയിക്കലിനാൽ ഖബർ കൊണ്ടുള്ള കരുത്തിലെ അസില് അറിയിക്കലാണ്. ആ അസിലിൽ പെട്ടതായ ഏലാം ഇവിടെ ഉദ്ദേശമില്ല. അസില് എന്താണ്? അതിന്റെ മദ്മൂന് കൊണ്ട്, അതിന്റെ മദ്മൂന് കൊണ്ട് അറിയിക്കുക എന്ന ഖബറിന്റെ ഖബർ കൊണ്ടുള്ള അസിൽ അതാണ്. ആ അസിലിൽപ്പെട്ട ഏലാമ് ഇവിടെ എന്തില്ല? ലൽ ഏലാമു ഇവിടെ എന്തില്ല? ഉദ്ദേശമില്ല. ഇവിടെ എന്തില്ല? ഉദ്ദേശമില്ല. ഇവിടുത്തെ ഉദ്ദേശം സനാണ്. അതുകൊണ്ടാണ് അത് വ്യാപകമായത്. ഏതായിരിക്കട്ടെ, ആ വ്യാപകമായ ആ പദത്തെ തൊട്ട് തെറ്റി ഇലാമ കാലവും നിർത്തണ്ട. നമുക്ക് ഈ പറഞ്ഞതിലേക്ക് തെറ്റി, നഹ്മദുക്ക എന്നതിലേക്ക് തെറ്റി. നമുക്ക് ഇലാമ കാലം അതലമക്ക് മനസ്സിലായണ്ട നിങ്ങൾക്ക്? ആ എന്തുകൊണ്ട് തെറ്റി? ലഅന്നഹു, കാരണം ഈ നഹ്മദു എല്ലാ സിഫത്തിനെയും കൊണ്ടും പുകഴ്ത്തലുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലത്. ആയത്തിൽ അബിലഗിയത്ത് എന്തിനൊക്കെ പരിഗണിക്കൊണ്ട്? അബിലഗിയത്തിനെ പരിഗണിക്കൽ കാരണമായിട്ട് മുഴുവൻ സിഫത്തുകളെ കൊണ്ടും പുകഴ്ത്തലുണ്ട്. കമാ തഖദ്ദമ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. എന്നാൽ അൽഹംദുലില്ലാ എന്ന് ഇത് ഒരു സിഫത്തുകളെ കൊണ്ട് മാത്രമേ പുകഴ്ത്തൽ വരണുള്ളൂ. മാലിക്കാണ് എന്ന സിഫത്തെ വന്നിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞില്ല ബിഅന്നഹു മാലിക്കുന്ന്. അല്ലാഹു എല്ലാ ഹംദിന്റെയും എന്നേ വന്നിട്ടുള്ളൂ. എല്ലാ സിഫത്തും വന്നില്ല. വല്ലാത്തൊരു വർത്താനായിട്ടല്ല. കഴിഞ്ഞ എന്നതാ വൈലം വൈലം തുറാൽ അബലഗിയത്തു, അവിടെ മുഴുവൻ എന്ന അർത്ഥമല്ല. അബലഗിയത്തിന് പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെ എവിടെ നഹ്മദുക്കല്ലിലെ നമ്മൾ പറഞ്ഞത് അബലഗിയത്തൊക്കെ പരിഗണിച്ചപ്പോ എല്ലാ സിഫത്തും ഉണ്ടായി എന്നല്ല, ഇവിടെ ഒരു സിഫത്തുള്ളൂ എന്നല്ല പറഞ്ഞത്. അപ്പൊ നഹ്മദുക്കള് സൂപ്പറാണെന്നല്ല പറഞ്ഞത്. ഇനി വൈലം തുറഞ്ഞു പറയണു ഇപ്പൊ നഹ്മദുക്കല്ലാന്റെ മഹത്വം. വൈലം തുറാൽ അബലഗിയത്തു ഹുനാക, നഹ്മദുക്കല്ലാന്റെ അവിടെ അബലഗിയത്തിന് എല്ലാ സിഫത്തും അർത്ഥം വെച്ചിട്ടില്ലെങ്കിലും ബേയുറാദ് അപ്പൊ ഉദ്ദേശിച്ചത് എന്തായി? ചില സിഫത്ത് മാത്രം ഉദ്ദേശിച്ചു, അതുകൊണ്ട് പുകഴ്ത്തല്ല. അങ്ങനെ ആയാലും ഫദാലിക്കൽ ബാഗു, ആ ചിലത് അമ്മു, അതാണ് വ്യാപകം. ഇതിലെ അൽഹംദുലില്ലാഹിലെ വഹദത്തിനേക്കാൾ. കാരണം എന്തുകൊണ്ടറിയോ? ഒട്ടേക്ക് അൽഹംദുലില്ലാഹിലെ മാലിക് മാത്രമേ വന്നിട്ടുള്ളൂ. നഹ്മദുക്കല്ലയിൽ ഏത് സിഫത്ത് എന്ന് തയ്യിനില്ലാതെ ചില സിഫത്ത് എന്നാ പറഞ്ഞത്. അപ്പൊ മറ്റേ മാലിക് മാത്രമാണ്. ഇതിൽ കൃത്യമായ ഒന്നില്ലാതെ തയ്യിനില്ലാതെ ഏത് സിഫത്തും പെടുത്താം. അപ്പൊ അതെന്തുണ്ട്? അമ്മിയത്തുണ്ട്. അപ്പൊ അതിനാണ് കൂടുതൽ സ്ട്രോങ് വരുന്നത്.
മനസ്സിലായ? ഇവിടെതാ ഈഹാമിഹീൻ, അത് അമ്മ എന്ന് പറയാൻ കാരണം അത് ഇബ്ഹാമിഹീൻ, അത് കൃത്യമാക്കിയിട്ടില്ല. ലഅന്നൽ മുറാദ ബഅ്ദുൽ ലാ ബിഐനിഹീൻ, മുഅയ്യനായ ബഅ്ദല്ല. ഈ കിതാബിലുണ്ട്, ഇതിലുണ്ടാവാൻ ചിലപ്പോൾ ഇങ്ങോട്ട് കോപ്പി എടുത്തിട്ടുണ്ട്. മനസ്സിലായ? എന്താണ് ഒന്നുകൂടി പറഞ്ഞ വൈലം തുറ ലബിലകിയത്തു കുനാക്ക, എവിടെ എവിടെ നമത് കള്ളയിലെ എല്ലാ സിഫത്തൊന്നും ഇനി അർത്ഥം വെക്കണില്ല എന്ന് വെച്ചോ. സിഫാത്ത് കൊണ്ട് സന മുറാദാക്കൽപ്പെടൽ കൊണ്ട്, എന്നാലും ആ ബാദ് അമ്മു ഇബ്ഹാമുള്ളത് കൊണ്ട് അത് അമ്മാണ് ഈ മാലിക് എന്നതിനേക്കാൾ. എന്തുകൊണ്ട്? ആ ബാദ് സ്വാദിക്കാവുന്നതിന്റെ ലമീർ മടക്കണേ, ആ ബാദ് സ്വാദിക്കാവുന്നതിന് വേണ്ടി ഈ വഹദത്ത് കൊണ്ടോ ഈ മാലിക് എന്ന വഹദത്ത് കൊണ്ടും അല്ലാത്തതും പെട്ടല്ല. ബാദ് പറഞ്ഞാല് മാലിക്കും പെട്ടേ, മാലിക്കിന്റെ അപ്പുറത്തുള്ള ഭാഗം പെട്ടില്ല. മുഴുവൻ പെടണ്ട, മുഴുവൻ പെട്ടില്ലെങ്കിലും എന്നാലും ഇത് പെടുത്തിയാലും മതിയല്ല, എന്നാലും മാലിക്കിന്റെ അപ്പുറത്തായില്ല. മറ്റേത് മാലിക്കിന് മാത്രം ഒതുങ്ങല്ലേ ചെയ്യണത്. മനസ്സിലായിണ്ടെങ്കിൽ ഏത് ഈ ബാദ് സ്വാദിക്കാണ് ബിഹ. എന്തുകൊണ്ട്? മാലിക് എന്ന വഹദത്ത് കൊണ്ടും എല്ലാത്തത് കൊണ്ടാൽ കസീരി. ഹർക്കത്തിട്ട് കൊടുക്കണോ, സമീറൊക്കെ മടക്കി കൊടുക്കണോ, പെണ്ണുമില്ല കള്ളാസില്ല, അതുകൊണ്ട് വരാൻ കണ്ട. പിന്നെ നിങ്ങൾക്ക് ആ ബിഹാന്റെ സമീർ മടങ്ങൂല. പിന്നെ അല്ലെങ്കിൽ പിന്നെ നല്ല പൈസ കൊടുത്ത് കിതാബ് 500 റുപ്യക്ക് അതിൻ്റെ താഴെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ നിർത്തല്ല, നിർത്താൻ പോകണം. അപ്പോൾ ഈ ബഅദ് കൊണ്ടുള്ള സനാഇ മിനസ്സനാഇ ബിഹ, ആ വാഹിദത്ത് കൊണ്ടുള്ള സനാഇനേക്കാൾ മുബാലഗത്താണ് മൊത്തത്തിൽ. മനസ്സിലായ? അപ്പൊ എന്താ പിന്നെ എല്ലാവർക്കും അൽഹംദുലില്ലാഹ് പറഞ്ഞ പോലെ ഞാൻ പണ്ടുള്ളവർക്കും എന്തേ എന്നാലും അൽഹംദുലില്ലാഹ് നമുക്ക് എന്തെങ്കിലും ചാടാൻ പോകണം. ചെറിയൊരു ചാട്ടം അല്ലെ? ഖുർആനിലൊക്കെ അൽഹംദുലില്ലാഹ് അല്ലത് അല്ലേ? നഅം. പക്ഷേ ഏതുകൊണ്ട്? ഈ വഹദത്ത് കൊണ്ടുള്ള സനാഇ അതിനെ കൃത്യമാക്കി പറഞ്ഞു എന്നത് കാരണമായിട്ട്, എന്ന് പറഞ്ഞാൽ മാലിക്കാണ് എന്നൊക്കെ ഒരു കൃത്യത ഉണ്ടായില്ല, അതിന് വിശദീകരിച്ച് പറഞ്ഞല്ല, കൃത്യമാക്കി വിശദീകരിച്ച് പറഞ്ഞത് കൊണ്ട് ഔഖൗ ഫിന്നഫ്സി, മനസ്സിലേക്ക് കൂടുതൽ ഇറങ്ങി വരുന്നതാണ് ആ ബാദ് കൊണ്ടുള്ള സനാഇനേക്കാൾ. മനസ്സിലായ? ഏത് അങ്ങനെ അതുകൊണ്ടാണ് അത് അൽഹംദുലില്ലാഹ് സാധാരണ പറയണത്. മനസ്സ് തട്ടിക്കണ നിലക്കുള്ളത് അൽഹംദുലില്ലാഹ് എന്നർത്ഥം. എന്താ പറഞ്ഞ പ്രശ്നമായോ? നഅം അത് തഫ്സീലാക്കി പറഞ്ഞു എന്ന നിലക്ക്, കൃത്യമാക്കി വിശദീകരിച്ചു എന്ന നിലക്ക് ഔഖൗ ബിന്നഫ്സി, മനസ്സിലേക്ക് ഇറങ്ങി വരാ വാക്യാകുന്നതാണ് മിനസ്സനാഇ ബിഹി. നിങ്ങളെ ക്ഷീണിതനാണോ? നിങ്ങളെ കൺട്രോൾ തെറ്റിക്കണല്ലോ. നാളെ കൂടെ വരും കൺട്രോൾ തെറ്റിക്കണം. വേപ്പ് ഒരു വട്ടം നോക്കി ഓർമ്മ ഉണ്ടാവും പങ്കെടുക്കണം മുമ്പ്. അത് പഴയ കാലത്ത് അല്ലാതെ അണക്കലില്ലേ പുസ്തകന്മാർ,